ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം വലിയ മാർച്ചുണ്ടായിരുന്നു. അതിൽ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതുൾപ്പെടെ അവിടെ നമ്മൾ കണ്ടു. ആ സംഘർഷത്തിൽ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നതും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസിനു നേരെ പ്രതിഷേധക്കാരുടെ കല്ലേറുണ്ടായി. ആ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുകയാണ്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും സംഘർഷാവസ്ഥയിലാണോ? വലിയ സംഘർഷത്തിലേക്ക് സമരം പോകുന്നു എന്നുള്ളതാണ്. കണ്ണീർ വാതകം പ്രയോഗിക്കാനുള്ള മുന്നറിയിപ്പ് പോലീസ് സമരത്തിന് നേർക്ക് നൽകും, സമരക്കാർക്ക് നേരെ നൽകുന്നു എന്നുള്ളതാണ്. അതിനുള്ള മുന്നറിയിപ്പ് ബോർഡും അതുപോലെ അവർ വ്യൂകൾ വായിച്ച സൈറനും പോലീസ് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി തവണ, ഏതാണ്ട് 10-16 തവണയാണ് പോലീസ് 2 ജലപീരങ്കി വാഹനങ്ങളിൽ നിന്നായി ഈ സമരത്തിന് നേർക്ക് ജലപീരങ്കി പ്രയോഗിച്ചു. നേരത്തെ സമരം ഉദ്ഘാടനം ചെയ്ത, സംസാരിച്ച് സമരത്തെ അഭിസംബോധന ചെയ്ത മാത്യു കുഴൽനാടൻ MLA അടക്കം അവർ കടന്നുപോയിരുന്നു. ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്, അതുപോലെ ദേശീയ സെക്രട്ടറി അബിൻ വർക്കി, വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ തുടങ്ങി ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഈ സമരത്തിന് നേതൃത്വം നൽകാനുണ്ട്. ഈ സമരം ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടന സെഷനിൽ കടന്നു പോയതിനു ശേഷവും പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം കാര്യമായി തന്നെ നടത്തി. അതാണ് ആ ബാരിക്കേഡ് മറിഞ്ഞു കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പുറത്തേക്കുള്ള കയർ പുറത്തേക്ക് വലിച്ച്, അതായത് ഒരു കയർ പുറത്തേക്ക് വലിച്ചത് അത് ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. ആ ബാരിക്കേഡ് മറിച്ചിട്ടിരിക്കുന്നത് കാണാം. നേരത്തെ ഒരു വരുൺ വാഹനത്തിന്റെ, അതായത് ജലപീരങ്കി വാഹനത്തിന്റെ വെള്ളം തീർന്നു പോയത് കൊണ്ട് തന്നെ മറ്റൊരു വരുൺ വാഹനമാണ് ഇവിടേക്ക് എത്തിച്ചത്. അത് നേരത്തെ ഈ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്നും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് കണ്ണീർ വാതകം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ ഇപ്പോഴും ആ ബാരിക്കേഡിന് മുന്നിൽ തന്നെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആണെന്ന് കരുതുന്ന ഒരു കോലം കത്തിക്കാനുള്ള ഒരു ശ്രമക്കൂടിയതായി ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണമായി പൊളിറ്റിക്സ്, പൂർണ്ണമായി രാഷ്ട്രീയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു പശ്ചാത്തലം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ നിയമസഭാ സമ്മേളനം നടക്കുന്നു, സഭയിൽ നടക്കുന്നു. ഇന്ന് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തിയത് നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷത്തിന്റെ വലിയ സമരം, അതായത് സഭയ്ക്കകത്ത് വലിയ സമരം ഉയർത്തുന്നു, അതുപോലെ തന്നെ സഭയ്ക്ക് പുറത്തും പ്രവർത്തകർ വലിയ പ്രതിഷേധം ഉയർത്തും. അത് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് തുടങ്ങി ബഹുജന മുന്നണികൾ, പ്രതിപക്ഷ സംഘടനകളുടെ ബഹുജന മുന്നണികൾ വലിയ സമരം സഭയ്ക്ക് പുറത്ത് ഉയർത്തും എന്നുള്ളത് അവർ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യം അറിയിച്ചിരുന്നത്. ഒരു പ്രവർത്തകന്റെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കൈക്ക് മുറിവേറ്റതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അത്തരത്തിൽ നിരവധിയായി, അത് ജില്ലയിലുള്ള പ്രവർത്തകരും ജില്ലയ്ക്ക് പുറത്തുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് എറണാകുളത്ത് നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം, നോബിൾകുമാറിന്റെ കൈക്കാണ് അത് ആ ഗ്രില്ല് പിടിച്ച്, അതായത് ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമത്തിനിടയിൽ അതിനുള്ള മുള്ളുവേലി, ആ മുള്ളു കൊണ്ടുള്ള പരിക്കാണെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്, ചോര വരുന്നുണ്ട്. നേരത്തെ ഈ ജലപീരങ്കി പ്രയോഗത്തിലും ചില പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. അവരെ ഇവിടെ നിന്ന് മാറ്റുന്നത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടു. വനിതാ പ്രവർത്തകരടക്കം സമരത്തിന്റെ ഭാഗമാകുന്നുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ഏതാണ്ട് 1 മണിക്കൂറിനോട് അടുക്കുന്നു. അതാ ഒരു കോലം കത്തിച്ചതാണ് ആ ദൃശ്യങ്ങളിൽ. മുഖ്യമന്ത്രിയാണെന്ന് കരുതുന്നു. ഒരു കോലം കത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാനപ്പെട്ട ആയുധമായ അവർ ഉയർത്തിക്കാട്ടുന്നു. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഉയർത്തിക്കാട്ടുന്നു. ജനവിരുദ്ധ സർക്കാർ ആണിത്. ഈ ജനവിരുദ്ധ സർക്കാർ ഒഴിഞ്ഞു പോവുക, രാജിവെച്ചു പോവുക എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. എന്താണെങ്കിൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഈ ഘട്ടത്തിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറല്ല. 1 മണിക്കൂർ പിന്നിടുമ്പോഴും അവർ സമരം തുടരുന്നു. ഉദ്ഘാടന സെഷൻ അടക്കം കടന്നിട്ട് പോലും അവർ സമരം തുടരുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. കോലം കത്തിച്ചുള്ള പ്രതിഷേധം, ബാരിക്കേഡ് ഭേദിച്ചുള്ള പ്രതിഷേധം, ഒപ്പം പോലീസ് വാഹനത്തിന് നേർ കല്ലുകൾ കൂടി, അത് വലിയ കല്ലുകൾ, കരിങ്കല്ലും ഒപ്പം മറ്റ് കല്ലുകൾ കൂടി, ചുടുകല്ലടക്കം കല്ലുകൾ കൂടി പോലീസ് വാഹനത്തിന് നേർക്ക് വലിച്ചെറിയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. അതായത് പോലീസിനെ എത്രത്തോളം പ്രകോപിപ്പിക്കാനാകുമോ അത്രത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഒരു ആക്ഷനിലേക്ക് കടക്കുക എന്നുള്ളത് സ്വാഭാവികമായി ഈ സമരത്തിന്റെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി അവർക്കത് സ്വാഭാവികമായി അവർക്ക് ആ നീക്കത്തിലേക്ക് കടക്കാം. അതാണ് യൂത്ത് കോൺഗ്രസ് കാണിക്കുന്നത്. അവർ അത്രത്തോളം പോലീസിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. പോലീസ് ഈ ബാരിക്കേഡിന് പിന്നിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ 1 മണിക്കൂറായും പോലീസ് ബാരിക്കേഡിന് പിന്നിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ബാരിക്കേഡ് അവർ ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് ഒന്ന് ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒരു ഭാഗത്ത് ഈ കോലം കത്തിച്ചടക്കമുള്ള പ്രതിഷേധം, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ മുദ്രാവാക്യം വിളി. അത്തരത്തിൽ ഈ സമരം തുടരുന്നു. ഈ സമരം ഈ ഘട്ടത്തിലും തുടരുന്നു. സമരത്തിൽ നിന്ന് പിന്തിരിയാൻ പ്രവർത്തകർ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്താണ് സ്മിത, സമരവുമായി പ്രവർത്തകർ മുന്നോട്ട് പോകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്
24 സമരവുമായി മുന്നോട്ട് പോവുകയാണ് ഈ ഘട്ടത്തിൽ. ുന്നത് നമ്മൾ കണ്ടു. ഇന്ന് നിയമസഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടും നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് തന്നെ പ്രതിഷേധങ്ങളുടെ ഒരു പരമ്പര ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം പറഞ്ഞിരുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.